ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നൊരുക്കങ്ങളുടെ അണിയറയിലാണ് ബി. അടുത്ത ആഴ്ച മുതൽ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. പ്രചരണത്തിൽ ഒട്ടും പിന്നോക്കം പോകാതിരിക്കാൻ തുടക്കത്തിൽ വമ്പൻ നേതാക്കളെ അവിടേക്ക് എത്തിക്കാനാണ് ബി ഒരുങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ ഇതിനെ ശരിവെക്കുന്നതാണ്. താഴൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് നേതൃത്വം വഹിക്കാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നേരിട്ട് എത്തുമെന്നാണ് ലഭ്യമായ വിവരം. അടുത്തയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ പങ്കെടുക്കും. കൂടാതെ വിവിധ മേഖലകളിൽ നടക്കുന്ന റാലികൾക്ക് ഇവർ നേതൃത്വം നൽകുകയും ചെയ്യും. ഇരുവർക്കും പുറമെ മന്ത്രിസഭയിലെ മറ്റ് പ്രമുഖരും കൂടി റാലികൾ നയിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, JP നഡ്ഡ എന്നിവരും പ്രചരണത്തിൽ സജീവമായി തന്നെ പങ്കെടുക്കും. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി എത്രത്തോളം ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ നേതാക്കളുടെ കൂട്ടത്തോടെയുള്ള വരവെന്നാണ് വ്യക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി മാറ്റങ്ങളുമായിട്ടാവും ബി ഇക്കുറി ഇറങ്ങുക. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കാശ്മീർ താഴ്വര നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തിരിയുന്നത്. ഈ കാലയളവിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസൃതമായി പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടാവും ബിയുടെ പടപ്പുറപ്പാട് എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാവും ബി തീരുമാനം. എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ സ്വതന്ത്രമായി ഫലം വന്ന ശേഷം ധാരണയിലെത്തുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട്. ചെറു പാർട്ടികളെയും ഇക്കാര്യത്തിൽ ആശ്രയിക്കാനും സാധ്യതയുണ്ട്. അതിനർത്ഥം കാശ്മീരിൽ ഒറ്റയ്ക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രഥമ പരിഗണന എന്നതാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കുറി മത്സരരംഗത്തുണ്ടാവുക ഭൂരിഭാഗവും പുതുമുഖങ്ങളായിരിക്കും എന്നതാണ് സൂചന. ഏതാണ്ട് 80% പുതുമുഖങ്ങളെ രംഗത്തിറക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. ഇതിലൂടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനും കഴിയുമെന്നാണ് അവർ കരുതുന്നത്. എന്തായാലും ജമ്മുവിൽ ബിജെപിയുടെ നിർണായക യോഗം ചേരുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. കേന്ദ്രമന്ത്രിയും ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലയുമുള്ള കിഷൻ റെഡ്ഡി, കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ബി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്, ജമ്മു കാശ്മീർ ബി അധ്യക്ഷൻ രവീന്ദർ റൈന, മറ്റ് ഉന്നത നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഇതിലാവും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക എന്നതാണ് സൂചന. അതിനുശേഷമാവും തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കടക്കുക. നരേന്ദ്രമോദിയുടെയും മറ്റ് ഉന്നത നേതാക്കളുടെയും വരവോടെ തിരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കൂടുതൽ ജീവൻ വയ്ക്കുമെന്നാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതേസമയം ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനത്തിന്റെ ഹബ്ബായി ഇന്ത്യ മാറിയെന്ന് അവകാശപ്പെട്ട അദ്ദേഹം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം നേഷൻ ഫസ്റ്റ് എന്നതാണെന്നും വ്യക്തമാക്കി. വിദഗ്ധരെയോ ബൗദ്ധിക സംവാദ ക്ലബ്ബുകളെയോ തൃപ്തിപ്പെടുത്താനല്ല, രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞയോടെയാണ് സർക്കാർ വിപുലമായ പരിഷ്കാരങ്ങൾ നടത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏക സിവിൽ കോഡ് എന്നതിലേക്ക് രാജ്യം നീങ്ങുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതൊരിക്കലും വർഗീയപരമായ സിവിൽ കോഡ് ആയിരിക്കില്ല, പകരം മതേതര സിവിൽ കോഡായിരിക്കും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യവും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ടെന്ന വ്യക്തമായ സൂചനയും അദ്ദേഹം നൽകി. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും പറഞ്ഞു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിൽ അയൽ രാജ്യങ്ങൾ പോകണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. നമ്മൾ സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരാണ്. അയൽ രാജ്യമെന്ന നിലയിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. എത്രയും പെട്ടെന്ന് സാഹചര്യങ്ങൾ മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ടുള്ള വികസന പാതയിൽ ബംഗ്ലാദേശിന് ആശംസകൾ നേരുന്നുവെന്നും മോദി പറഞ്ഞു. 40 കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ 140 കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയം കൊണ്ട് എന്ത് നേടാനാകുമെന്ന് സങ്കല്പിക്കുക, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ ഉൾപ്പെട്ട രാജ്യത്തിന്റെ പല മേഖലകളെ ബാധിച്ച സമീപകാല പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഈ പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളും ജീവനും നഷ്ടപ്പെട്ടു. ഇന്ന് ദുരിതമനുഭവിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ അവരോടൊപ്പം നിൽക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു.